إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. സ്നേഹധരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ നഷ്ടപ്പെടുത്താതെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിക്കണമേ എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൽ നിന്നും 8 നോമ്പുകൾ വിട പറഞ്ഞ ഒരു സമയത്താണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ നിർവഹിച്ച നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് സ്വർഗപ്രവേശനവും നരകമോചനവും തന്നെയാണ്. കാരണം നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ പരിശോധിച്ചാൽ അതിൽ മിക്ക ഹദീസുകളിലും നോമ്പിനെ സ്വർഗവുമായി ബന്ധിപ്പിച്ച് നരകമോചനവുമായി ബന്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ കേട്ട സുപരിചിതമായ ഒരു ഹദീസാണ് ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ. തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നോമ്പുകാരൻ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാരല്ലാത്ത ആർക്കും ആ വാതിലിലൂടെ പോകുവാൻ സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിൽ ഒരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. ചില ഹദീസുകളിലൊക്കെ കാണുവാൻ സാധിക്കും വിശാലമാണ് സ്വർഗത്തിന്റെ വാതിൽ. ചില റിപ്പോർട്ടിലുള്ളത് മക്കയും ഹജറും തമ്മിൽ എത്ര അകലമുണ്ടോ അത്ര അകലമുണ്ട് സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ പൊളി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നോമ്പ് നോറ്റ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ റയ്യാനിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, ദുല്ലനി അല അമലിൻ യുഖർരിബുനി മിനൽ ജന്ന. പ്രവാചകരെ, എനിക്ക് താങ്കൾ ഒരു കർമ്മം അറിയിച്ചു തരണം. ആ കർമ്മത്തിന്റെ പ്രത്യേകത, ആ കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ എന്നെ അടുപ്പിക്കുന്നു, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നു. വയുബാഇദുനി മിനന്നാർ. ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്നെ നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക ബിസ്സൗമി, നിന്റെ മേൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഫഇന്നഹു ലാ മിസ്ല ലഹു, നോമ്പിന് തത്തുല്യമായ മറ്റൊരു പ്രവർത്തനമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാം അസ്വിയാമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്. വഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംരക്ഷിതമായ ഒരു കോട്ടയാണ്, ഒരു പരിചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റമളാൻ എന്ന് പറഞ്ഞാൽ നരകമോചനത്തിന്റെയും അതുപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന്റെയും വലിയ ആദർശമാണ് ഒരു മുസ്ലിമിന് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ജീവിതത്തിൽ സ്വർഗം ലഭിക്കണം ഇൻഷാ അല്ലാഹ്. സ്വർഗം എന്ന് വെച്ചാൽ അത് അവർണ്ണനീയമാണ്, ആസ്വാദനങ്ങളുടെ സങ്കേതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലവഹിത്തും ഖലീലൻ വലബഖൈതും കസീറ, ഞാൻ അറിഞ്ഞിരുന്ന നരകീയ കാഴ്ചകളെ കുറിച്ച് കുറച്ചെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ധാരാളം കരയുകയും കുറച്ച് മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കുകയുള്ളൂ. നിങ്ങൾ വിരിപ്പൊക്കെ വിട്ട് എണീറ്റോടി വിജനമായ സ്ഥലത്ത് പോയി നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദപ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നരകം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ഞാൻ കണ്ടതിൽ നിന്ന് കുറച്ചെങ്ങാനും നിങ്ങൾ അല്പം നിങ്ങൾക്ക് അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സമയം കരഞ്ഞു തീർക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരകം ഇങ്ങനെയാണെങ്കിൽ സ്വർഗം ലഭിച്ചാലുള്ള പ്രത്യേകത എന്തായിരിക്കും? ആസ്വാദനങ്ങളുടെ അനുഭൂതികളുടെ സങ്കേതമാണ് സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നേടിയെടുക്കാനാണ് പ്രിയപ്പെട്ടവരെ വർഷത്തിലൊരിക്കൽ ഈ ഒരു റമളാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുതാ ബി അൻഉമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ച് ജീവിച്ചൊരു മനുഷ്യനെ, ദുനിയാവിൽ ജീവിച്ചൊരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച അല്പം സുദീർഘമായ ഒരു ഹദീത്തിന്റെ ആശയം ഇങ്ങനെയാണ്, ഫയുസ്ബഖു ഫീ ജഹന്നമ സുബ്ഗ, ആ മനുഷ്യന്റെ പ്രത്യേകത, അള്ളാഹു ആ ദുനിയാവ് ആ മനുഷ്യന് തുറന്നു നൽകി. എല്ലാ ആസ്വാദനങ്ങളും ദുനിയാവിൽ ആസ്വദിച്ച ആ മനുഷ്യൻ അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ചു. പരലോകത്തെത്തുന്ന സമയത്ത് ആ മനുഷ്യന് നരകാണ്. ആദ്യം ആ മനുഷ്യന് നരകത്തിൽ ഒന്ന് മുക്കി പുറത്തേക്ക് എടുക്കും, നരകത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രവേശിപ്പിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ചോദിക്കും, ദുനിയാവിൽ എന്തെങ്കിലും ആസ്വാദനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്. അപ്പൊ ആ മനുഷ്യൻ പറയും, അൽ മർറബിക നഈമുൻ ഖത്തുൻ, മലക്ക് ചോദിക്കും, എന്തെങ്കിലും ദുനിയാവിൽ ആസ്വദിച്ചിരുന്നോ എന്ന്. ആ മനുഷ്യൻ പറയും, ലാ വല്ലാഹി യാ റബ്ബി, അല്ലാഹുവേ, അല്ലാഹു തന്നെയാണ് സത്യം, എനിക്ക് ദുനിയാവിൽ ഒരു ആസ്വാദനവും ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ചൊരു മനുഷ്യൻ പരലോകത്തെത്തുന്ന സമയത്ത് നരകത്തിൽ ഒരു വേള ഒന്ന് പ്രവേശിച്ച് പുറത്തേക്ക് വരാൻ അനുവാദം നൽകുന്ന സമയത്ത് ദുനിയാവിൽ അനുഭവിച്ച എല്ലാ ആസ്വാദനങ്ങളും അവൻ മറന്നുപോയിട്ടുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരു എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്, വയൂതാ ബി അശദ്ദിന്നാസി ബൂസൻ, ദുനിയാവിൽ എല്ലാ പ്രയാസങ്ങളും കടിച്ചമർത്തി ജീവിച്ചൊരു മനുഷ്യൻ, പക്ഷെ മിൻ അഹ്ലിൽ ജന്ന, ആ മനുഷ്യന് പരലോകത്ത് ലഭിക്കാനുള്ളത് സ്വർഗമാണ്. അങ്ങനെ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ സ്വർഗത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രവേശിപ്പിച്ച് പുറത്തേക്ക് മാറ്റിയിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നു? ആ മനുഷ്യൻ പറയും, പടച്ചോനെ, അൽ മർറബിക ശിദ്ദത്തുൻ ഖത്തുൻ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഫയഖൂലു യാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ വല്ലാഹി യാ റബ്ബി, എന്റെ റബ്ബേ, നീ തന്നെയാണ് സത്യം, മാ മർറബി ബൂസുൻ ഖത്തുൻ, എനിക്ക് ദുനിയാവിൽ അനുഭവിച്ച ഒരു പ്രയാസം ഓർമ്മയില്ലാന്ന്. അഥവാ സ്വർഗം ഒന്ന് കണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും ദുനിയാവിൽ അവൻ വർഷങ്ങളോളം അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും അവൻ മറന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രിയപ്പെട്ടവരെ, കാണുമ്പോൾ എല്ലാ പ്രയാസവും മറക്കുമെങ്കിൽ അതിൽ സ്ഥിരവാസം അഥവാ നിത്യവാസികളെ ഖാലിദീന ഫീഹാ എന്ന് ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. നിത്യവാസികളായി യുഗങ്ങളോളം സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും അതിലൂടെ ലഭിക്കുന്ന ആസ്വാദനങ്ങൾ? അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഹദീസിൽ ഇങ്ങനെയാണ്, ഇന്നി ലാ അഅലമു ആഖിറ അഹ്ലിൽ ജന്ന ഖുറൂജൻ മിൻഹാ, അഥവാ നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെട്ട് ആ ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം, അള്ളാഹു എനിക്ക് അറിയിച്ചെന്ന് വഹി നൽകി എന്ന് പ്രവാചകൻ പറയാണ്. അഥവാ അവസാനം നരകത്തിൽ നിന്ന് പുറത്തു വരികയും ഏറ്റവും അവസാനം
സ്വർഗത്തിലെത്തുകയും ചെയ്യുന്ന ആ മനുഷ്യന്റെ പ്രത്യേകത പ്രവാചകൻ പഠിപ്പിക്കാണ്. റജുലുൻ യഖ്റുജു മിനൻ നാരി കബുവൻ, അവൻ നരങ്ങി വേച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഫയഖൂലുല്ലാഹു, അപ്പൊ അള്ളാഹു പറയും ഇദ്ഹബ്, രക്ഷപ്പെട്ടല്ലോ, ഇനി ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തേക്ക് പോയിക്കോ എന്ന് പറയും. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിന്റെ അടുത്ത് പോകുന്ന സമയത്ത്, സ്വർഗം കാണുന്ന സമയത്ത് ഫയുഖയ്യിലു ഇലൈഹി അന്നഹാ മൽആ, സ്വർഗം നിറഞ്ഞതായി അവൻ ഇങ്ങനെ തോന്നും. അപ്പൊ വീണ്ടും അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോവുകയാണ്. പടച്ചോനെ സ്വർഗം നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, അല്ല നീ തിരിച്ച് സ്വർഗത്തിൽ തന്നെ പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും സ്വർഗത്തിലേക്ക് പോവാണ്. സ്വർഗം കാണുന്ന സമയത്ത് അത് നിറഞ്ഞതായി അവന് തോന്നും. ആ സമയത്ത് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോവുകയാണ്. അള്ളാഹുവിനോട് പറയണം പടച്ചോനെ അവിടെ നിറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ആ മനുഷ്യനോട് പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ഫഇന്നലക മിസ്ല ദുനിയാ വഅശറ അംസാലിഹാ, നീ ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പോകുന്നവനാണ്. നിന്റെ പ്രത്യേകത എന്താ? നിനക്ക് സ്വർഗത്തിലെത്തിയിട്ട് ദുനിയാവിന്റെ 10 ഇരട്ടി നിനക്ക് ആ സ്വർഗത്തിൽ ഉണ്ടാകുന്നവരാണ്. അപ്പൊ ഈ മനുഷ്യൻ പറയും തസ്ഖുറു മിന്നി, പടച്ചോനെ എന്നെ നീ പരിഹസിക്കാണോ? കാരണം എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും അവസാനം സ്വർഗം നിറഞ്ഞു കിടക്കുകയാണ്. ഇനി ഏറ്റവും അവസാനമാണ് സ്വർഗത്തിലേക്ക് ഞാൻ പോകുന്നത്, എനിക്ക് ഇത്രയും ആസ്വാദനങ്ങളോ? ഈ സമയത്ത് അള്ളാഹു ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രല്ല ഈ ഹദീസ് പറഞ്ഞ സമയത്ത് പ്രവാചകൻ ചിരിച്ചിട്ടാണ് പറയുന്നത്. ഹത്താ ബദത് നവാജിദഹു, പ്രവാചകന്റെ അണപ്പല്ല് വെളിവാകുന്ന രൂപത്തിൽ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിന് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് സഅല മൂസ റബ്ബഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, മാ അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസിലൻ, അള്ളാഹുവേ സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും ചെറിയ പദവി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ അള്ളാഹു പറഞ്ഞു കൊടുത്ത സംഭവമാണ് ഏറ്റവും അവസാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന മനുഷ്യന് ലഭിക്കുന്ന പദവി എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനം ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സുംറത്തിൽ സ്വർഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് ലഭിച്ചാലോ? ഈ ചിന്തയായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ റമദാനിൽ. എത്രത്തോളം അനുഭൂതിയാണ് സ്വർഗത്തിലെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി അഥവാ ശത്രുക്കളുടെ വെട്ടേറ്റ് ദാരുണമായി യുദ്ധക്കളത്തിൽ വീണ് മരണപ്പെട്ട ഒരു ഷഹീദ് സ്വർഗത്തിൽ വരുന്നുണ്ട്, പരലോകത്ത് വരുന്നുണ്ട്, സ്വർഗം ലഭിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ മനുഷ്യൻ ആഗ്രഹിക്കാണ് ഷഹീദിന് സ്വർഗം കിട്ടും. സ്വർഗം കിട്ടുമ്പോൾ അതിലുള്ള ആസ്വാദനങ്ങൾ കാണുമ്പോൾ ഷഹീദ് കൊതിച്ചു പോകണം. ഹദീസിൽ ഇങ്ങനെയാണ്, ഫഇന്നഹു യതമന്ന, ആ ഷഹീദ് ആഗ്രഹിച്ചു പോവാണ്, അയ്യർജിഅ ഇല ദുനിയ, വീണ്ടും ഒന്ന് ദുനിയാവിലേക്ക് മടങ്ങാൻ. ഫയഖ്തുല 10 മർറാത്തിൻ, എന്നൊരു 10 പ്രാവശ്യം ഇതേപോലെ ഷഹീദാകാൻ. അതിന്റെ കാരണം എന്താ? 10 പ്രാവശ്യം ഇതേപോലെ ഷഹീദായി കഴിഞ്ഞാൽ ലിമാ യറാ മിനൽ കറാമ, ഒരു പ്രാവശ്യം ഷഹീദായപ്പോൾ തന്നെ സ്വർഗത്തിൽ അവന് ലഭിച്ച ആദരവും അനുഭൂതിയും അംഗീകാരവും കണ്ടത് കാരണത്താൽ ആ ഷഹീദ് കൊതിക്കണം, പടച്ചോനെ ഇനിയും ദുനിയാവിലേക്ക് ഒരു 10 മടക്കമുണ്ടായി 10 പ്രാവശ്യം ഷഹീദായാൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് മാത്രം മതി ഈ വിഷയത്തിൽ. ഫിൽ ജന്നത്തി, സ്വർഗത്തിലുണ്ട്, മാലാ ഐനുൻ റഅത്ത്, ഒരു മനുഷ്യന്റെ കണ്ണും കാണാത്ത കാഴ്ചകൾ. ദുനിയാവിലെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടിട്ടില്ല. ഓരോ പുതിയ കാഴ്ചകളും കാണുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടാറാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യന്റെ കണ്ണും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ സ്വർഗത്തിലുണ്ട്. വലാ ഉദ്നും സമിഅത്ത്, ഒരു മനുഷ്യന്റെ കാതുകളിലും കേൾക്കാത്ത രൂപത്തിലുള്ള അനുഭൂതികളും ആസ്വാദനങ്ങളും സ്വർഗത്തിലുണ്ട്. വലാ ഖത്ര അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന് ഒരിക്കലും ചിന്തിച്ച് വിഭാവനം ചെയ്ത് മനസ്സുകൊണ്ട് ചിന്തിക്കുവാൻ സാധിക്കാത്ത അത്രയും ആസ്വാദനങ്ങൾ സ്വർഗത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകനെ ഒരു ആയത്ത് ഓതി പഠിപ്പിച്ചു കൊടുക്കണം. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ, ഒരാൾക്കും അറിയില്ല കൺകുളിർമയുള്ള പലതും വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, സത്യവിശ്വാസികൾ പ്രവർത്തിച്ചത് കാരണത്താൽ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ പലതും കൺകുളിർമയുള്ള പലതും ഞാൻ ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കണം. ആസ്വാദനം മാത്രമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോണ ഒരാൾക്ക് അവിടെ ഉറക്കല്ല. കാരണം എന്താണ്? ആസ്വാദനങ്ങൾ അനുഭവിച്ചത് കാരണത്താൽ അവർക്ക് ഉറക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യനാമു അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാരൻ ഒരിക്കലും ഉറങ്ങൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. പ്രിയപ്പെട്ടവരെ, കർമ്മം മാത്രമാണോ? അല്ല, കർമ്മം അതിനുള്ള ഒരു യോഗ്യത മാത്രമാണ്. സ്വർഗത്തിൽ പോകാനുള്ള
യോഗ്യതകളിൽപ്പെട്ട ഒരു യോഗ്യത മാത്രമാണ് നമ്മുടെ ഈമാനും തൗഹീദും സൽക്കർമ്മങ്ങളും എല്ലാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം, അന്നഹു ല യൻജു അഹദും മിൻകും ബിഅമലിഹി, ഒരാളുടെ കർമ്മം കൊണ്ട് രക്ഷപ്പെടൂലാന്ന്. അതുകൊണ്ട് കുറച്ചൊന്ന് ഖുർആൻ ഓതി നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമ്മളൊക്കെ സ്വർഗക്കാരാണ് എന്ന വലിയൊരു ചിന്തയും അതുപോലെ തന്നെ ആ പ്രവർത്തനം കൊണ്ട് മാത്രം സായുജ്യം അടയേണ്ടവരല്ല നമ്മൾ. പ്രവാചകൻ പറയാണ്, ഒരാളുടെ കർമ്മം കൊണ്ട് രക്ഷപ്പെടൂല. അപ്പം സ്വഹാബികൾ ചോദിക്കാണ്, റസൂലേ നിങ്ങളോ? വല അന, ഞാനും രക്ഷപ്പെടൂല. ഇല്ലാ യതഗമ്മദിനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൻ, അല്ലാഹുവിന്റെ ഫളലും അല്ലാഹുവിന്റെ റഹ്മത്തും കിട്ടിയാലല്ലാതെ. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ലഭിക്കണം, ഈ റമദാനിലൂടെ നേടിയെടുക്കണം. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റഹ്മത്ത് മാത്രം വർഷിക്കുന്ന മാസത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഫളൽ നേടിയെടുക്കാൻ ഇതിനേക്കാൾ പര്യാപ്തമായ ഒരു മാസമില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഫളൽ തേടിക്കൊണ്ട് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. 60 കൊല്ലം അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ മുസ്ലിമീങ്ങളായി ജീവിച്ചിട്ട് നാളെ പരലോകത്തെത്തുന്ന സമയത്ത് സ്വർഗത്തിൽ ഒരു ചാക്കുനൂല് വെക്കാനുള്ള സ്ഥലം എനിക്കും നിങ്ങൾക്കും നിഷേധിക്കപ്പെട്ടാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ അധഭാഗ്യരെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. കാരണം മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചെറിയ അഥവാ ചാട്ടവാറ വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയാൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. അഥവാ ചെറിയൊരു ചാക്കുനൂൽ വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയാൽ ദുനിയാവിലുള്ളത് കിട്ടുന്നതിനേക്കാൾ മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാളെ ചിരിപ്പിക്കാൻ പോലും പ്രവാചകൻ ഒന്നും കളവ് പറഞ്ഞിട്ടില്ല. ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയിൽ പോലും പൊള്ളു പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഒരു ചെറിയ സൗത്ത് കിട്ടിയാൽ ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിൽ പറഞ്ഞു, കുൽ നബിയെ, നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം, മതാഉ ദുനിയ ഖലീലുൻ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ എന്താണെങ്കിലും അത് തുച്ഛമാണ്. വൽ ആഖിറത്തു ഖൈറുൻ, പരലോകാണ് ഏറ്റവും ഉത്തമം. ലിമനിത്തഖ, പടച്ചോനെ പേടിച്ച് തഖ്വ നഷ്ടപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈർ ഏതാണ്? അത് ആഖിറത്താണ്, സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാനാണ് റമദാൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തഖ്വ നേടിയെടുത്ത് ഏറ്റവും ഹൈറായ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ 100 കണക്കിന് ആയത്തുകൾ അള്ളാഹു സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കാൻ മാറ്റിവെച്ചു. അതിൽ 140-ലധികം ആയത്തുകളിൽ ജന്ന, സ്വർഗം എന്ന പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ട് തയ്യാറാക്കി വെക്കപ്പെട്ട ആസ്വാദനങ്ങളുടെ സങ്കേതമാണ് സ്വർഗം. സ്വർഗത്തെ കുറിച്ച് ചിലത് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ രൂപം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപമായിരിക്കും. ഫകുല്ലു മൻ യദ്ഖുലുൽ ജന്നത അലാ സൂറത്തി ആദമ, സ്വർഗത്തിൽ പോണ എല്ലാവരും ഒരേ പ്രായക്കാരായിട്ട്, യുവാക്കളായിട്ട് ആദം അലൈഹി സ്വലാത്തു. കാരണം എന്താണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ സൃഷ്ടിയാണ്. ഒരു ന്യൂനതയും ഒരു പോരായ്മയും ഇല്ലാത്ത സൗന്ദര്യത്തിന്റെ മറുകുടമായിരുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയുള്ള സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളായി സ്വർഗത്തിൽ പോകുന്ന ആളുകൾ അത്രയും സുന്ദരന്മാരായി, യുവാക്കളായി സ്വർഗത്തിൽ പോകുവാൻ അവസരം ലഭിക്കും. അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. രണ്ടാമതായി അവർ കഴിക്കുന്ന ആദ്യ ഭക്ഷണത്തെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. അഖ്ബറനി ജിബ്രീലു ആനിഫൻ, തൊട്ടു മുമ്പുള്ള സമയത്ത് എനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അമ്മാ അവ്വലു തുആമി യഅകുലുഹു അഹ്ലുൽ ജന്നതി ഫസിയാദതു കബ്ദിൽ ഹൂദ്, ഒരു പ്രത്യേക തരം മത്സ്യത്തിന്റെ കരളിന്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭാഗമാണ് ആദ്യമായി സ്വർഗവാസികൾക്ക് തിന്നാൻ വേണ്ടി നൽകുക എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗവാസികളുടെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ് ഹദീസിലുള്ളത്, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ, അവിടുന്ന് സ്വർഗവാസികൾ തിന്നും, വയശ്റബൂന കുടിക്കും, വലാ യത്ഫുലുൻ, അവർക്ക് തുപ്പാൻ ഉണ്ടാകൂല, വലാ യബൂലുൻ, അവർ മൂത്രിക്കൂല, വലാ യതഗവ്വതുൻ, കാഷ്ടിക്കുകയില്ല, വലാ യംതഖിതുൻ, മൂക്കിൽ നിന്ന് മാലിന്യം ഉണ്ടാകുകയില്ല. അപ്പൊ സ്വഹാബത്തിന് സംശയം, മാ ബാലു തുആം, അപ്പോൾ പ്രവാചകരെ അവർ തിന്നുന്നു കുടിക്കുന്നു, അതിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ജുശാഉൻ, അത് അമ്ലക്കമായി പോകും, വറഷ്കുൻ കറഷ്ഹിൽ മിസ്കി, കസ്തൂരിയുടെ പോലെയുള്ള ഗന്ധമുള്ള വിയർപ്പായിട്ട് അത് പോകും. യുൽഹമൂന തസ്ബീഹ വതഖ്ദീസ, അവർ അല്ലാഹുവിനെ വായിക്കൊണ്ടിരിക്കും. കമാ യുൽഹമൂന അന്നഫസ, ശ്വാസം വിടുന്ന രൂപത്തിൽ, അഥവാ ആ ശ്വാസം വിടുന്ന രൂപത്തിൽ അവർ അള്ളാഹുവിനെ വായിക്കൊണ്ടിരിക്കും. അതുപോലെ അള്ളാഹുവിനെ വായിക്കാൻ അവർക്ക് ബോധനം നൽകപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നർത്ഥം. നാലാമതായിട്ട് അവിടുത്തെ പാത്രങ്ങളെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന ഫിൽ ജന്നത്തി ഹൈമത്തൻ, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ ടെന്റ് ഉണ്ട്.
മിൻ ലുഅലുവത്തിൻ മുജവ്വഫത്തിൻ, അതിന്റെ ഉള്ളു കാണാൻ പറ്റും. അർളുഹാ 60 മീലൻ, 60 മൈൽ അതിന് വീതിയുണ്ട്. ഫി കുല്ലി സാവിയത്തിൻ മിൻഹാ അഖ്ലുൻ, അതിന്റെ ഓരോ മൂലയിലും ആളുകളുണ്ട്. ലമാ യറൗനൽ ആഖിറുൻ, ഒരാളും മറ്റുള്ള ടീമിനെ കാണാത്ത രൂപത്തിൽ അവിടെ ജീവിക്കുന്നുണ്ട്. വജന്നതാനി മിൻ ഫില്ല, അതിൽ തന്നെ ഒരു 2 സ്വർഗീയപരമായ പ്രത്യേകമായ തോട്ടങ്ങളുണ്ട്. ഒന്ന് വെള്ളിയുടേതാണ്, ആനിയത്തുഹുമാ, അത് പാത്രങ്ങളും വെള്ളിയായിരിക്കും. വമാ ഫീഹിമ വജന്നതാനി മിൻ ദഹബിൻ, അതേപോലെ തന്നെ പ്രത്യേകമായ സ്വർണത്തിന്റെ 2 തോട്ടങ്ങൾ. വ ആനിയത്തുഹുമാ വമാ ഫീഹാ, അവിടുത്തെ പാത്രങ്ങളെല്ലാം സ്വർണമായിരിക്കും. അഥവാ സ്വർഗത്തിലെ പാത്രം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദുനിയാവിൽ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് സ്വർഗത്തിലാണ് വിശ്വാസികൾക്ക് എന്ന്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, 5-മതായിട്ട് അവിടുത്തെ വസ്ത്രം എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിന്റെ വസ്ത്രം ഹദിയ നൽകപ്പെട്ടു. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിക്കാതിരുന്നു. സ്വഹാബത്തിന് അത്ഭുതമായി. കാരണം അത്രയും ആ കാലത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആഡംബരമായ പട്ടിന്റെ വസ്ത്രം പ്രവാചകന് സമ്മാനം നൽകപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചില്ല. സ്വഹാബികൾക്ക് അത്ഭുതമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാണ്, അതഅജബൂന മിൻ ഹാദിഹി, ഇതിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ലമനാദീലു സഅദിൻ, സഅദ് ഇബ്നു മുആദക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന ഒരു ടവൽ ഉണ്ടല്ലോ, ഖൈറും മിമ്മാ തറൗന, നിങ്ങൾ ഈ കാണുന്ന ഈ ചന്തമുള്ളതിനേക്കാൾ എത്രയോ ചന്തവും ആഡംബരവും അത്രയും അനുഭൂതിയും ഉള്ളതാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന ഒരു ചെറിയ ടവൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, വയൂദഉ അലാ റഅസി താജുൽ വഖറ, സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു യോദ്ധാവിന് തലയിൽ അല്ലാഹു കിരീടം ചാർത്തി കൊടുക്കും മലക്ക്. അൽ യാഖൂതതു മിൻഹാ ഖൈറുൻ, ആ കിരീടത്തിലെ ഒരു മുത്തിന്റെ പ്രത്യേകത എന്താണ്? ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ളത് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗ്ഗം നമുക്ക് ലഭിക്കണം. അതിനാണ് പരിശുദ്ധ റമദാൻ. 6-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആയത്തുകളിലും ഒക്കെ കാണാം അവരുടെ ഒരുമിച്ച് കൂടൽ. എങ്ങനെയാണ് സ്വർഗ്ഗവാസികൾ ഒരുമിച്ച് കൂടാ? ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കി. വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ, സ്വർഗ്ഗവാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള ആർക്കും ആരോടും ഒരു ദേഷ്യവും ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടു കൂടി അലാ സുറുരിൻ മുതഖാബിലിൻ, കട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിമുഖം നോക്കിക്കൊണ്ട് അവർ സംസാരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയാം. മറ്റൊരു ആയത്തിൽ കാണാം, അവർ പരസ്പരം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, നമുക്ക് സ്വർഗം കിട്ടി. എന്താ കാരണം? നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിൽ പേടിച്ച് ജീവിച്ചു. അതുകൊണ്ട് പടച്ചോനെ രോമത്തിന്റെ ഉള്ളിലൂടെ തുളച്ചു കയറുന്ന തീയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു. നരകത്തിന്റെ തീന്റെ പ്രത്യേകത അതാണ്. രോമത്തിന്റെ ഉള്ളിലൂടെ തുളച്ചു കീറുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉഹു, നമ്മൾ ഇതിനു മുമ്പ് പടച്ചവനോട് ഇതിനു വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. ഇന്നഹു ഹുവൽ ബർറു റഹീം, അള്ളാഹു റഹീമാണ്, അള്ളാഹു പുണ്യം നൽകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പേടിക്കേണ്ടടുത്ത് അള്ളാഹുവിനെ പേടിക്കണം, തഖ്വ നിലനിർത്തണം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ്? അതിന്റെ അനന്തരഫലം സ്വർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 7-മതായി സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്താണ്? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സ്വർഗത്തിന്റെ സുഹൃതം ചെയ്ത മനുഷ്യന്മാർക്ക് സ്വർഗമുണ്ട്. വസിയാദ, പിന്നെ ആ സ്വർഗത്തിലെത്തിയാൽ വർധനമുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹുവിനെ നമ്മൾ കാണും, സ്വർഗവാസികൾ കാണും. അതായിരിക്കും ഏറ്റവും വലിയ അനുഭൂതി. സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഭൂതികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഭൂതി എന്താണ്? അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കി അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു 100 നാളുള്ള ഹിജാബ് ഉണ്ട് അള്ളാഹുവിന്. ആ ഹിജാബ് നീക്കി സ്വർഗവാസികൾക്ക് കാണുവാൻ അള്ളാഹു അനുവാദം നൽകുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. മുത്തവാത്തിറായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന വിഷയമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റുയത്തുല്ലാഹി തആല ഹിയൽ ഗായത്തുൽ ഖുസ്വാ ഫി നഈമിൽ ആഖിറ, ഫി നഈമിൽ ആഖിറ, പരലോകത്തുള്ള സ്വർഗീയമായ ആസ്വാദനങ്ങളിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണലാണ്. വദ്ദറജത്തുൽ ഉലിയ മിൻ അത്വാഇ അല്ലാഹ്, ഒരു അടിമക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ സമ്മാനം ആ അള്ളാഹുവിനെ ദർശിക്കലാണ്. ബല്ലഗനല്ലാഹു മിൻഹാ മാ നർജു, നമ്മളത് കൊതിക്കുന്നു, ആ കൊതിയിലേക്ക് നമ്മെ അള്ളാഹു എത്തിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ ആസ്വാദനം അതാണ്. 8-മതായി അവരുടെ അവസാനത്തെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നത്, സ്വർഗവാസികളുടെ പ്രാർത്ഥന, വാഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗവാസികൾ എന്ത് സംസാരിച്ചാലും അവസാനം അവർ പറയുന്ന സംസാരം അൽഹംദുലില്ലാഹ് എന്നാണ്. അഥവാ സ്വർഗീയവാസികൾ വരെ മറക്കാത്തൊരു ദിക്ർ എന്താണ്?
അൽഹംദുലില്ലാഹ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾക്ക്. സ്വർഗവാസികൾ എന്ത് സംസാരിച്ചാലും സംസാരത്തിന്റെ അവസാനം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവ്വസ്തുതിയാണ് എന്നാണ് അവരുടെ പ്രഖ്യാപനം. 9-ാമതായി ഹദീസിൽ കാണാം അവരുടെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തമന്ന അഹദുഹും ഷൈഅൻ, സ്വർഗ്ഗവാസി എന്താഗ്രഹിച്ചാലും ഉഴ്തിയഹു, അവൻ അപ്പോൾ തന്നെ അത് നൽകപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ചില ആളുകൾ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പം തന്നെ കുട്ടികളെ കൊടുക്കും. ചില ആളുകൾ സ്വർഗത്തിൽ ആസ്വാദനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ദുനിയാവിൽ കർഷകനായിരിക്കും, എനിക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അള്ളാഹു കൃഷി ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. എന്താണോ തോന്നുന്നത് ആ തോന്നുന്ന സമയത്ത് അത് കിട്ടുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവസാനമായി 10-ാമതായി സഹോദരങ്ങൾ, അതിലുള്ള പ്രവേശനമാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമായി ഖുർആനിൽ കാണാം, വസിയഖല്ലദീന തഖൗ റബ്ബഹും, അല്ലാഹുവിനെ പേടിച്ച് തെക്കുവ കാണിച്ച മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് തന്നെ വരും. സുമറ, കൂട്ടം കൂട്ടമായി പടച്ച റബ്ബിനെ പേടിച്ച് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടകന്ന മനുഷ്യന്മാർക്ക്, അതാണ് തഖ്വ. അള്ളാഹ് പഠിപ്പിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിട്ടകന്നു നിൽക്കുക. ഈ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഭയഭക്തിയാണ്. ആ തഖ്വയുള്ള മനുഷ്യന്മാര് കൂട്ടമായി സ്വർഗത്തിലേക്ക് വരും. ഹത്താ ഇദാ ജാഊഹ, അതിന്റെ അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ അതിന്റെ വാതിൽ തുറക്കപ്പെടില്ല. ആ വരുന്ന സമയത്തിന് അവർക്ക് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഹസനതുഹ, അതിന്റെ പാറാവുകാര് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാമുണ്ട്, തിബുത്തും, നിങ്ങൾക്ക് നല്ലതുണ്ട്, മംഗളമായിട്ടുണ്ട്, ഫദ്ഖുലൂഹ ഖാലിദീൻ, നിങ്ങൾ ഇതിൽ ആസ്വദിച്ചുകൊണ്ട് കയറിക്കൊള്ളുന്നു. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. ഈ ഉമ്മത്തിൽ നിന്ന് പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാരായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. അവരുടെ മുഖം എങ്ങനെയാണ്? പൂർണ്ണ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമായിരിക്കും ആ 1-ാമത്തെ സുംറത്തിൽ പോകുന്ന ആളുകൾക്ക് എന്ന് ഹദീസിലുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപത്തിൽ, ചന്തമുള്ള രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയം ഒരേ ഹൃദയത്തിന്റെ ഉടമകളായ നിലയിൽ അവരങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആസ്വാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മലക്കുകളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിയായ ആഗ്രഹം ഉണ്ടാകണം സ്വർഗത്തിലേക്ക് പോകാൻ. അതിനപ്പുറം പ്രാർത്ഥന ഉണ്ടായിരിക്കണം, പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതിനാണ് ഈ പരിശുദ്ധ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സ്വർഗത്തിനു വേണ്ടി ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് പ്രാർത്ഥന തന്നെയാണ്. അതിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി മിഅതു ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഓരോ ദറജയും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ദൂരമുണ്ട് എന്നാണ്. അഥവാ ഒരു ദറജ അങ്ങനെ 2-ാമത്തെ ദറജയ്ക്ക് പോകുന്ന സമയത്ത് അത്രയും വഴി ദൂരമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതിൽ 100-ാമത്തെ ദറജ വൽ ഫിർദൗസു അഅലാഹ ദറജ, ഏറ്റവും മുകളിലുള്ള ദറജ ഫിർദൗസ് ആണ്. വമിൻഹാ തുഫജ്ജിറു അൻഹാറുൽ ജന്ന, അല്ലെങ്കിൽ വമിൻഹാ തുഫ്ജുറു അൻഹാറുൽ ജന്നത്തിൽ അർബ, സ്വർഗത്തിൽ പ്രത്യേകമായ 4 നദികളുണ്ട്. ആ 4 നദികളുടെയും ഉത്ഭവം ആ ഫിർദൗസിൽ വെച്ചിട്ടാണ്. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശു, ആ ഫിർദൗസിന്റെ മുകളിലാണ് റബ്ബിന്റെ അർശ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ, സ്വർഗ്ഗം തരണം എന്നല്ല പ്രാർത്ഥിക്കണ്ടേ, എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് തരണം റബ്ബേ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ, സ്വർഗത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങളുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇടം പിടിക്കണമെന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി മറ്റൊരു തിരുവചനത്തിൽ കാണാം, ഇദാ സഅല റജുലുൻ മുസ്ലിമുൻ അല്ലാഹൽ ജന്നത സലാസൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് 3 വട്ടം സ്വർഗത്തെ ചോദിച്ചാൽ കാലത്തിൽ ജന്ന, സ്വർഗം ഇങ്ങനെ പറയാതിരിക്കില്ല, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്നത, അല്ലാഹുവേ അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അഥവാ ഒരു മുസ്ലിം ആകണം. മുസ്ലിമായ ഒരു മനുഷ്യൻ 3 വട്ടം സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറയും. അപ്പൊ 30 വട്ടം ചോദിച്ചാൽ സ്വർഗം ആവർത്തിച്ച് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ഒന്ന്, ഈ സമയത്ത് ഉത്തരം കിട്ടുന്ന സമയമാണ് പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാന്റെ ലക്ഷ്യം തന്നെ സ്വർഗമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ച് പ്രാർത്ഥിക്കണം.
ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിന് വേണ്ടി 3 പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അത് പൊതുവെ പ്രാർത്ഥനയുടെ മര്യാദയാണ്. എന്ത് ചോദിക്കുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ചോദിച്ചിരുന്നു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നമ്മൾ പാലിക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ഇഫ്താർ സംഗമത്തോടു കൂടിയുള്ള ക്ലാസ് ഉണ്ടായിരിക്കും. നിയാസ് സ്വലാഹി ഇൻഷാ അല്ലാഹ് പരലോകം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കുടുംബസമേതം അതിൽ പങ്കെടുക്കണമെന്ന്